നരഭോജക്കടുവ ചത്തു എന്ന വാർത്തയോട് വൈകാരികമായി പ്രതികരിച്ച കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അപ്പച്ചൻ കടുവ ചത്തതിൽ സന്തോഷം, ഇനി അതിനെക്കുറിച്ച് പേടി നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് പോകാനുള്ളത് പോയി, ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കണമല്ലോ എന്നും അപ്പച്ചൻ പറഞ്ഞു. പക്ഷേ വനാതിർത്തിയിലൂടെയും കാടിലൂടെയുമുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും അപ്പച്ചൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വനം വകുപ്പ് വാച്ചർ കൂടിയാണ് അപ്പച്ചൻ. എന്തായാലും ഒരു അവസ്ഥ നമുക്ക് വന്ന് വേറെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്നുള്ളൊരു ധാരണയിൽ നമുക്കിനി കൊല്ലണം എന്നുള്ള മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സംഭവിച്ചു. ആശ്വാസമായി. എന്തായാലും ആ ഒരു കടുവ ചത്തതുകൊണ്ട് മനുഷ്യന് ഒരു കടുവ മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ കടുവ പിന്നെ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പെട്ടെന്നും ആക്രമിക്കാനുള്ള രീതിയിൽ അതുകൊണ്ട് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക, പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതിരിക്കുക, പരമാവധി കാട്ടിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക. അതാണ് നമുക്ക് മെയിൻ പറയാനുള്ളൂ. ആദ്യത്തെ പോലെ അല്ല ഇപ്പോൾ കാട്ടിൽ പല ജീവികളുണ്ട്. അതുകൊണ്ട് ആരും കാട്ടിൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല.